അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഏകദേശം അരമുക്കാൽ മണിക്കൂർ കൊണ്ട് നൂർ ഫാത്തിമയും ഉസ്താദും താമസിക്കുന്ന ആ ഒരു ഭാഗത്തെ ഫ്ലാറ്റിലേക്ക് തലാലും അറബി ഉമ്മയും എത്തിച്ചേരും. എന്നാൽ അതിനിടയ്ക്ക് ആ യാത്രയിൽ തലാൽ ഉമ്മയോട് പറഞ്ഞ ആ കഥ അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി അറബി ഉമ്മ ആവശ്യപ്പെടുന്നു. മോനെ പറയൂ, എന്നിട്ട് പ്രവാസികളായ പല സുഹൃത്തുക്കൾക്കും ഉണ്ടാകുന്ന അനുഭവം ഇതാണ് എന്ന് കരുതി എല്ലാവരും ഇതുപോലൊന്നും ആവില്ല. പിതാവിനോട് വളരെയധികം സ്നേഹമുള്ള ഭാര്യയും മക്കളും ഉണ്ടാവും. പലരും പറയും, എന്തിനാണ് ഗൾഫ് ജീവിതം, നമുക്ക് ഉള്ളത് കൊണ്ട് ഇവിടെ ജീവിക്കാം എന്ന് പറയുന്ന എത്രയോ പ്രവാസികളുടെ പാവപ്പെട്ട ഭാര്യമാരുമുണ്ട്. അവർക്കിഷ്ടം അവരുടെ ഭർത്താവ്, മക്കളുടെ പിതാവ് അവരുടെ കൂടെ ജീവിക്കണം എന്നത് തന്നെയാണ്. പണത്തിൻ്റെ ആഗ്രഹം അവർക്കുണ്ടാവില്ല. പക്ഷെ പലർക്കും അങ്ങനെയല്ല. എത്ര കിട്ടിയാലും തികയാത്ത ഭാര്യമാരും മക്കളും ഉള്ളവരുമുണ്ടാവും. പ്രിയപ്പെട്ട ഭർത്താവ് അല്ലെങ്കിൽ പിതാവ് പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഇങ്ങ് പോന്നോട്ടെ എന്ന് കരുതുന്നവരുമുണ്ടാകും. എന്നാൽ തലാൽ, നീ പറഞ്ഞത് വല്ലാത്തൊരു വിഷമമായിപ്പോയി. ഇങ്ങനെയുണ്ടാവോ ഭാര്യമാർ? ഉമ്മ എത്ര, എന്നിട്ട് മോനെ ബാക്കി എന്താ പറയൂ? ഉമ്മ അറബി പറഞ്ഞു അവരോട്, നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് ഗഫൂർക്കയോട്. എന്നിട്ട് ഗഫൂർക്കാണെങ്കിൽ ആകെ ടെൻഷൻ. വീട്ടിലെത്തിയാൽ ഭാര്യയും മക്കളും ചീത്ത പറയും, അത് ഉറപ്പുണ്ട്. കാരണം അവർക്ക് ഇനിയും പലതും നേടാനുണ്ടത്രേ. അതൊന്നും പോരാ, എന്തെങ്കിലും ഒരു പണി, ക്ലീനിങ്ങിൻ്റെ വല്ല പണിയെടുത്ത് അവിടെ നിന്നൂടെ, അതൊക്കെയാണ് അവർ പറയുന്നത്. ഗഫൂർക്കക്ക് ആകെ ടെൻഷനാണ് മനസ്സിൽ. ഗഫൂർക്കയുടെ കൂടെ വർക്ക് ചെയ്യുന്ന ചെറിയ ചെറിയ മകൻ്റെ പ്രായമുള്ള ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ ഗഫൂർക്കയെ വലിയ കാര്യമാണ്. കാരണം അത്രക്കും നല്ല രീതിയിലുള്ള സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റേത്. ഗഫൂർക്ക നാട്ടിൽ പോവുകയാണ് എന്നറിഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരുപാടങ്ങ് ദുഃഖിച്ചു. അവർ വിചാരിച്ചു, ഇക്ക നിങ്ങൾ പോവുകയാണോ? പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിവിടെ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒരു തമാശയൊക്കെ പറഞ്ഞ്, സത്യം പറഞ്ഞാൽ എനിക്കെൻ്റെ പിതാവിനെ പോലെയാണ് നിങ്ങൾ തോന്നുന്നത്. എൻ്റെ പിതാവ് ചെറുപ്പത്തിൽ എനിക്ക് നഷ്ടപ്പെട്ടതാണ്. പക്ഷേ ഒരു പിതാവിൻ്റെ സ്നേഹം അത് നിങ്ങളെനിക്ക് തന്നു. അതിൽ ഒരുത്തൻ അങ്ങനെ എപ്പോഴും ഒരു ഉപ്പയുടെ സ്ഥാനത്താണ് ഗഫൂർക്കയെ കാണുന്നത്. അവിടെ ജോലിക്ക് വന്ന അധികം ആളുകളും അങ്ങനെ തന്നെ ഗഫൂർക്കയെ ജ്യേഷ്ഠൻ്റെ സ്ഥാനത്ത്, പിതാവിൻ്റെ സ്ഥാനത്ത് അങ്ങനെയൊക്കെ കാണുന്നവരാണ്. ഗഫൂർക്ക നാട്ടിലേക്ക് പോരുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും നല്ല ടെൻഷനാണ്. പക്ഷേ ഗഫൂർക്കാക്ക് അവരുടെ മുഖത്തേക്ക് ശരിക്കും നോക്കി ഞാൻ പോവുകയാണെന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ അതാ ഗഫൂറിന് നാട്ടിലേക്ക് പോകുവാനുള്ള എല്ലാ കാര്യങ്ങളും അറബി സെറ്റാക്കി. കൂട്ടത്തിൽ 2 പെട്ടിയും, 2 പെട്ടിയിൽ അത്യാവശ്യത്തിനുള്ള ലഗേജും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഗഫൂർക്കാക്ക് അതൊരിക്കൽ പോലും ആ ഭാഗത്തേക്ക് ഗഫൂർക്ക നോക്കിയില്ല. അറബിയോട് ചോദിച്ചു, എന്തിനാണിതൊക്കെ? ഇതൊന്നും എനിക്ക് വേണ്ട. കാരണം എന്നെ കാത്തിരിക്കാൻ അവിടെ ആരും ഉണ്ടാവില്ല. പിന്നെ എൻ്റെ മക്കളിപ്പോൾ പഴയ ചെറിയ മക്കളല്ല. എല്ലാവരും ഉന്നത വിദ്യാഭ്യാസം നേടിയവരും വലിയ ബിസിനസ്സുകൾ നടത്തുന്നവരുമാണ്. അതുകൊണ്ട് എൻ്റെ ഈ പെട്ടിയൊന്നും അവർക്ക് ആവശ്യമുണ്ടാവില്ല. പഴയ കാലക്കാണെങ്കിൽ എൻ്റെ മക്കൾ ഉപ്പ എന്ന് പറഞ്ഞ് ഓടി വരും, എന്നെ കെട്ടിപ്പിടിക്കും. എന്നിട്ട് ആ പെട്ടിയിലുള്ള സാധനങ്ങൾ കാണുവാനും എടുക്കുവാനും വളരെയധികം ആകാംക്ഷയായിരിക്കും. അതുകൊണ്ട് എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങളത് മാറ്റി വെച്ചേക്കൂ, ഞാൻ വെറും തടിയോടുകൂടെ പോയിക്കോളാം. ഗഫൂർ അത് പറ്റില്ല, ഇത് നിങ്ങൾ കൊണ്ടുപോയിക്കോളും. എന്തായാലും നിങ്ങൾ എക്സിറ്റ് അടിച്ച് പോവല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ തരാഞ്ഞാലും പറ്റില്ലല്ലോ. ഹേയ് വേണ്ട മോനെ, നിങ്ങളുടെ പിതാവ് എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട്. തന്നതുകൊണ്ട് ഞാൻ ഒരുപാട് സ്ഥലവും വലിയ വീടും എല്ലാം വാങ്ങിയിട്ടിട്ടുണ്ട്. അതൊന്നും പ്രശ്നമല്ല. എനിക്ക് അൽഹംദുലില്ലാ റാഹത്തോടു കൂടിയുള്ള ജീവിതമാണ് ഗൾഫിലെത്തിയതിന് ശേഷം ഉണ്ടായത്. അത്രക്കും നല്ല സാമ്പത്തികമായി ഞങ്ങളെല്ലാവരും ഉയർന്നു. അതുകൊണ്ട് ഇതൊന്നും അത് പറഞ്ഞാൽ പറ്റില്ല. അങ്ങനെ അതാ ഗഫൂറിന് നാട്ടിലേക്ക് പോകുവാനുള്ള ദിവസത്തിൻ്റെ തലേ ദിവസം രാത്രി എല്ലാവരും ഗഫൂർക്കയോട് ചുറ്റും ഇരിക്കുകയാണ്. ഗഫൂർക്ക, അപ്പം നിങ്ങളിനി തിരിച്ച് വരില്ലല്ലേ? ഗഫൂർക്കയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. വിഷമിക്കണ്ട, സാരല്ല, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ. ഇനി നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെയും മക്കളുടെയും കൂടെ സുഖമായി ജീവിച്ചോളൂ. എന്തായാലും ഞങ്ങൾക്കൊന്നും ഇപ്പോഴൊന്നും അതിനുള്ള വിധി ഉണ്ടാവില്ല. നിങ്ങൾ ഒരുപാട് കാലം കഷ്ടപ്പെട്ടില്ലേ, ഇനി നിങ്ങളൊരു വിശ്രമ ജീവിതം അത് നയിച്ചോളൂ, അതായിരിക്കും നല്ലത്. ഇനി അവിടെ പോയിട്ടും പണിക്കൊന്നും പോകാൻ നിൽക്കണ്ട. ഗഫൂർക്കയുടെ സുഹൃത്തുക്കളെല്ലാം അത് അവരോട് പറയുന്നു.
പ്രത്യേകിച്ച് അറബിയും പറഞ്ഞു, ഇനി നിങ്ങൾക്ക് വിശ്രമ ജീവിതമാണ്. ഒരു ജോലി ഇനി ചെയ്യേണ്ടട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടില്ലേ ഞങ്ങൾക്ക് വേണ്ടി? ഡ്രൈവിംഗ് ജോലിയായിട്ടും വീട്ടിലെ ജോലിയായിട്ടും അങ്ങനെ പലതും ചെയ്ത് കഷ്ടപ്പെട്ടില്ലേ? ഇനി വിശ്രമ ജീവിതമാണ് ഗഫൂർക്കാക്ക് വേണ്ടത്. ഇവിടെ നിന്നാൽ നിങ്ങൾ ഇനിയും പണികളെടുക്കും. അതുകൊണ്ടാണ് നിങ്ങളെ നാട്ടിലേക്ക് ഞങ്ങൾ കയറ്റിവിടുന്നത്. ഗഫൂറിന് പറയാൻ വാക്കുകളില്ലായിരുന്നു. സുഹൃത്തുക്കളുടെ എല്ലാം മുഖത്തേക്ക് ദയനീയമായി നോക്കി. അവർ വിചാരിച്ചു, ശരിക്കും പാവല്ലേ, ഇവിടുന്ന് വിട്ടുപോകുമായിട്ടായിരിക്കും അത്രയൊരു വിഷമം. അല്ലാതെ ഇപ്പം എന്തെങ്ങനെ ഒരു വിഷമം നാട്ടിൽ പോകുമ്പോൾ? അതേടാ, അതേ, മറ്റൊന്നുമല്ല, നമ്മളുടെ കൂടെ ഇങ്ങനെ ജീവിച്ചതല്ലേ ഒരുപാട് കാലം. പെട്ടെന്ന് നമ്മളെയൊക്കെ ഉപേക്ഷിച്ച് ഇനി ഒരിക്കലും വരാതെ തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ. എന്നാൽ ഗഫൂറിന് ഒരാഗ്രഹമുണ്ടായിരുന്നു. പരിശുദ്ധമായ റൗള ഷെരീഫിൽ പോകണം, മക്കയിൽ പോകണം, ഒരു ഉംറ നിർവഹിക്കണം. അത് കഴിഞ്ഞ് നാട്ടിലേക്ക് പോകാം. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി തിരിച്ചെനിക്ക് വരാനും കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അങ്ങനെ അവസാനത്തെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് വേണ്ടി മക്കയിലും മദീനയിലുമെല്ലാം പോയി വന്നിട്ട് നാട്ടിലേക്ക് പോകാം എന്നുള്ള പ്ലാനിൽ എത്തി കാര്യങ്ങൾ. ഗഫൂർക്കയുടെ കൂടെ അറബിയും പോയിരുന്നു. അവർ രണ്ടുപേരുമാണ് ഉംറ നിർവഹിച്ചും റൗള ഷെരീഫിൽ പോയിട്ടും തിരിച്ചു വന്നത്. അറബിയുമ്മയുടെ കണ്ണുകൾ ഇതെല്ലാം കേട്ട് നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. ഹേയ് ഉമ്മ, എന്താ പറ്റിയത്? അല്ല മോനെ, സങ്കടപ്പെടുകയാണ് ഗഫൂർക്കയുടെ ആ ഒരു... ഹേയ് സങ്കടപ്പെടേണ്ട ഉമ്മ. തലാൽ എന്നിട്ട് അങ്ങനെ മക്കയിലും മദീനയിലും പോയി തൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കി മനമില്ല മനസ്സോടുകൂടെ ഗഫൂർ അതാ നാട്ടിലേക്ക് തിരിക്കുകയാണ്. കൂട്ടുകാരെല്ലാം കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുകയാണ്. കൂട്ടത്തിൽ ആ അറബിക്കും നല്ല സങ്കടമുണ്ടായിരുന്നു. പക്ഷേ ഗഫൂർക്കാക്ക് ഇനി വിശ്രമ ജീവിതം അത് അനുവദിച്ചു കൊടുത്തില്ലെങ്കിൽ ഒരു പക്ഷേ എൻ്റെ ഉപ്പ എനിക്ക് പുറത്തു തരില്ല എന്ന് അറബി വിചാരിക്കുകയാണ്. ഗഫൂർക്കാക്കുള്ള ലഗേജ് എല്ലാം കൊണ്ട് അവരെല്ലാവരും കൂടി സുഹൃത്തുക്കൾ യാത്ര അയക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഒരിക്കൽ കൂടി സുഹൃത്തുക്കളെയെല്ലാം കെട്ടിപ്പിടിച്ച് സലാം പറഞ്ഞ് ഗഫൂർക്ക അതാ പിരിഞ്ഞു പോവുകയാണ്. അറബിയെ ഒരിക്കൽ കൂടി കൈപിടിച്ച് മുത്തിമണത്ത് അതാ ഗഫൂർക്ക യാത്ര ചോദിക്കുന്നു. സത്യം പറഞ്ഞാൽ പിതാവിൻ്റെ സ്ഥാനത്ത് കണ്ടിരുന്ന അറബിക്കും അത് വല്ലാത്തൊരു വിഷമമായി മാറി. എയർപോർട്ടിലെ അധികൃതരോട് അറബി പ്രത്യേകമായി എന്തോ ഒരു കാര്യം പറയുന്നതായിട്ടും കണ്ടു. ഒരു പക്ഷേ എക്സിറ്റ് അടിച്ച് പോവുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് സേവനം അനുഷ്ഠിച്ചവരാണ് എന്നൊക്കെയായിരിക്കുമോ പറഞ്ഞിരിക്കുന്നത് എന്ന് ഗഫൂർക്ക ചിന്തിക്കുകയാണ്. എയർപോർട്ടിലെത്തിയപ്പോൾ ഭാര്യയുടെ ഫോണിലേക്ക് അതാ ഗഫൂർ വിളിക്കുന്നു. എടി, ഞാൻ ഏകദേശം 11 മണി ആകുമ്പോഴേക്കും അവിടെ എത്തും. 10:30ക്കാണ് ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. പിന്നെ കസ്റ്റംസും കാര്യങ്ങളും കഴിയുമ്പോൾ 11 മണിയാവും. പക്ഷേ ഭാര്യ അയാളുടെ ആ ഒരു വോയിസ് കേട്ടപ്പോൾ പെട്ടെന്ന് എന്ന് പറഞ്ഞാണ്ട് കട്ടാക്കുകയാണ് ചെയ്തത്. അത് അയാളുടെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിപ്പിച്ചു. ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഗഫൂർക്ക അതാ ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. ഗഫൂർക്കയുടെ മനസ്സിൽ വല്ലാത്തൊരു ആവലാതി. പഠിച്ചവനെ, എന്തിനാ ഞാൻ പോകുന്നത്? എന്നെ ഇഷ്ടമില്ലാത്തവർക്ക് അവർക്ക് എൻ്റെ പണമായിരുന്നു ആവശ്യം. ഒരിക്കലും എന്നെയല്ല, എൻ്റെ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് ഞാൻ ജീവിച്ചു. പക്ഷേ ഞാൻ എക്സിറ്റ് അടിച്ച് വരിക എന്ന് പറഞ്ഞപ്പോൾ ഒരു കുട്ടിയും എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ആർക്കും ഇഷ്ടമല്ല, എല്ലാവർക്കും എൻ്റെ പണമാണ് ഇഷ്ടം. വിശ്രമ ജീവിതത്തിന് വേണ്ടി അറബി എന്നെ പറഞ്ഞേക്കുമ്പോൾ എങ്ങനെ നിൽക്കും ഞാനിവിടെ? സങ്കടത്തോടെ ഗഫൂർക്ക അതെല്ലാം ഓർത്തു. തൻ്റെ പഴയ കാലങ്ങൾ, കുടുംബത്തിന് വേണ്ടി ജീവിച്ച ആ രംഗങ്ങൾ, ചെറ്റക്കുടിലിൽ നിന്ന് കൊട്ടാരമായി മാറിയ എൻ്റെ വീട്, ഒരു തുണ്ട് ഭൂമി പോലും സ്വന്തമായി ഇല്ലാതിരുന്ന ഞങ്ങളിപ്പോൾ ഒരുപാട് സ്ഥലങ്ങളെല്ലാം വാങ്ങിക്കൂട്ടി വലിയ ആളുകളായി. മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം, ബിസിനസ്സുകൾ എല്ലാം തുടങ്ങുവാനും ചെയ്യുവാനുള്ള ക്യാഷെല്ലാം പറയുമ്പോൾ അയച്ചു കൊടുത്തു. എല്ലാവരും സെറ്റിൽഡായി. പക്ഷേ അവസാനമായപ്പോൾ എന്നെ അദ്ദേഹത്തിന് സങ്കടം നിർത്തിയിട്ട് നിൽക്കുന്നില്ല. ആ ഫ്ലൈറ്റ് യാത്രയിൽ മുഴുവൻ അദ്ദേഹത്തിന് ആലോചനയായിരുന്നു. പടച്ച റബ്ബേ, എനിക്ക് ആരാ ഉള്ളത്? ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്? ഇവിടെയാണെങ്കിൽ ഇവിടുത്തെ സുഹൃത്തുക്കളെങ്കിലും ഉണ്ടാകും. അവിടെ എന്തിന് എൻ്റെ പൊന്നു മക്കൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല. എല്ലാവരും എന്തിനാ ഉപ്പ നിങ്ങളിപ്പോൾ വരുന്നത്? ഞങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാണ്ട്? എൻ്റെ പൊന്നു മോള് വരെ എന്നോട് പറഞ്ഞത്, ഉപ്പ നിക്കാഹല്ലേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയിപ്പോൾ കല്യാണത്തിന് എത്രങ്ങാനും ചിലവ് വരും, വലിയ കല്യാണമായി നടത്തണ്ടേ, അതിപ്പോൾ ഇവിടെ എന്നാൽ അങ്ങനെ നടക്കുമോ? ആ ഒരു മോളുടെ വാക്കുകൾ
വല്ലാതെ ഹൃദയം വേദനിപ്പിച്ചു. മോൻക്കാണെങ്കിൽ ഇടയ്ക്കിടെ ബിസിനസ്സിന് വേണ്ടിയുള്ള ക്യാഷ് ചോദിക്കുമ്പോൾ ഇട്ടുകൊടുത്തു. ഭാര്യയാണെങ്കിൽ അതിലേറെ. ഗഫൂർക്കാക്ക് ഇത് വളരെയധികം സങ്കടകരമായ വാർത്തയായിരുന്നു. സാധാരണ ഗൾഫിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ തന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടാവും എയർപോർട്ടിൽ. പക്ഷേ ഇത് മക്കൾ വരുമോ, എൻ്റെ ഭാര്യ വരുമോ എന്നൊന്നും അറിയില്ല. സമയം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, 11 മണി എന്നുള്ളത്. അല്ലാഹു ആലം. എന്തൊക്കെ തന്നെയായാലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടല്ലോ, സമയം എത്താതിരിക്കില്ല. കാരണം വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവർ ഇതുവരെ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വന്നിരുന്നത്. കാരണം ഞാൻ കൂടുതൽ നിൽക്കില്ലല്ലോ. ഏറി വന്നാൽ 2-3 മാസം, അത് കഴിഞ്ഞാൽ തിരിച്ചു പോരും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും എന്നോട് വലിയ സ്നേഹമായിരുന്നു. ഇപ്പോഴിതാ എൻ്റെ ഭാര്യ, മക്കള്, അവർക്ക് വേണ്ടിയാണ് റബ്ബേ ഞാൻ കഷ്ടപ്പെട്ട് ജീവിച്ചത്. എന്നിട്ടും അവർ തൻ്റെ അവസാനത്തെ ഫ്ലൈറ്റ് യാത്രയായിരിക്കുമെന്ന് ഗഫൂർ തിരിച്ചറിഞ്ഞ നിമിഷം ഇനി ഒരിക്കലും അറബ് നാട്ടിലേക്കില്ല. 5 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അതാ കരിപ്പൂർ എയർപോർട്ടിൽ ആ ഫ്ലൈറ്റ് ഇറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ ഹൃദയം വല്ലാതെ മിടിക്കുന്നുണ്ടായിരുന്നു. എന്നും വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഫ്ലൈറ്റ് ഇറങ്ങാറുള്ളത്. പക്ഷേ ഇന്ന് വളരെയധികം മനസ്സിന് താങ്ങാൻ കഴിയാത്ത ദുഃഖമാണ്. ഫ്ലൈറ്റിൽ നിന്ന് എല്ലാവരും ഇറങ്ങി. ഇനി കസ്റ്റംസ് ചെക്കിംഗ് ആണ്. എല്ലാവരെയും ചെക്ക് ചെയ്ത് വേഗം പറഞ്ഞയച്ചു. പക്ഷേ ഗഫൂറിനെ മാത്രം അവിടെ പിടിച്ചു വെച്ചു. ആയിട്ടില്ല കേട്ടോ, നിങ്ങളുടെ കാര്യം ഒന്നും കൂടെ നോക്കാനുണ്ട് എന്ന് പറഞ്ഞു. തൻ്റെ കൂടെ ഉള്ളവരെല്ലാം അതാ പുറത്തേക്ക് പോയി. പക്ഷേ ഗഫൂറിനോട് അല്പം മാറി ആവശ്യപ്പെടുകയായിരുന്നു. പടച്ച റബ്ബേ, എന്തൊക്കെയാണിത്? നാട്ടിലേക്ക് കാല് കുത്തിയപ്പോൾ തന്നെ ബുദ്ധിമുട്ടാണോ റബ്ബേ? പെട്ടെന്ന് ഗഫൂറിനെ അതാ ഒരു ഓഫീസർ വിളിക്കുന്നു. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ എന്ന് പറഞ്ഞ് ആ വലിയ 2 പെട്ടികളുമായി അതാ ഗഫൂർ എയർപോർട്ടിൻ്റെ പുറത്തേക്ക് പോകുന്നു. അവിടെ ഒരുപാട് ആൾക്കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവരുടെ പിതാക്കളെയും മക്കളെയും സഹോദരന്മാരെയും കാത്തിരിക്കുകയാണ്. വളരെയധികം പ്രതീക്ഷയോടെ ഒരുപാട് കണ്ണുകൾ ഇങ്ങനെ അതാ ഗഫൂർക്ക ചുറ്റും നോക്കുന്നു. പഠിച്ചോനെ, എൻ്റെ ഭാര്യയും മക്കളും എവിടെയാണ് നിൽക്കുന്നത്? ഗഫൂർക്ക ആ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കുമെല്ലാം നോക്കി ആ ട്രോളി ഇങ്ങനെ പിടിച്ചുകൊണ്ട് പല മുഖങ്ങൾ അതിൽ തിരഞ്ഞു. തൻ്റെ ഭാര്യയുടെ മുഖമുണ്ടോ? തൻ്റെ മക്കളുടെ മുഖമുണ്ടോ? തൻ്റെ പൊന്നു മോളുടെ മുഖമുണ്ടോ? ഇല്ല, ആരെയും കാണുന്നില്ല. വളരെയധികം നിരാശനായി അതാ ഗഫൂർ ആ ട്രോളിയെ മുന്തിക്കൊണ്ട് പുറത്തേക്ക് കടക്കുന്നു ടാക്സി പിടിക്കാൻ. ഗഫൂർക്കാക്ക് സങ്കടമായി. കണ്ണുകൾ നിറഞ്ഞതുകൊണ്ട് ശരിക്ക് കാണാൻ വരെ പറ്റാത്ത അവസ്ഥ. ഒരിക്കലുമില്ല, അവരാരും വന്നിട്ടില്ല. അല്ലെങ്കിൽ എന്നെ അവിടെ നിന്ന് വരുമ്പോൾ തന്നെ ഉപ്പാ എന്ന് പറഞ്ഞ് ഓടി വന്ന് പിടിക്കും. പക്ഷേ ഇന്ന് ആരുമില്ല എന്നെ ഒന്ന് നോക്കാൻ, അല്ലെങ്കിൽ എന്നെ ഒന്ന് സ്വീകരിക്കാൻ. ഒരുപാട് സങ്കടത്തോടെ ഗഫൂർക്ക് അതാ ടാക്സി പിടിക്കുന്നു. വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തെന്നറിയില്ല, വല്ലാത്തൊരു ഭാരം. പഠിച്ചോനെ, എന്തിനാണ് ഞാൻ പോകുന്നത്? ഞാൻ എന്തിനാണ് എന്നെ ഇഷ്ടമില്ലാത്തൊരിടത്തേക്ക് പോകുന്നത്? സങ്കടത്തോടെ ഗഫൂർ അതെല്ലാം ഓർത്തു. കഴിഞ്ഞ വരവിന് തൻ്റെ ഭാര്യ തൻ്റെ കൂടെ ഇരിക്കാനുണ്ട്, തൻ്റെ മക്കളുണ്ട്, തമാശ പറഞ്ഞ് ചിരിക്കാനും എല്ലാവരുണ്ട്. ഇതിപ്പോൾ ആരുമില്ലാത്ത അവസ്ഥ. ഒരു പക്ഷേ എൻ്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ വരുമായിരുന്നു എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ ആരുമില്ലാത്ത അവസ്ഥ. ഏകദേശം 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അതാ ഗഫൂറിൻ്റെ വീടിൻ്റെ മുമ്പിൽ ആ ഒരു ടാക്സി കാറ് വന്നു നിന്നു. അയാൾ ലഗേജെല്ലാം ഇറക്കി അതിനുള്ള ക്യാഷ് കൊടുത്തു. ലഗേജെല്ലാം സിറ്റൗട്ടിൻ്റെ ആ ഭാഗത്തേക്ക് കയറ്റി വെച്ചു. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു അതിന്. ടാക്സിക്കാരൻ പിരിഞ്ഞു പോയി. ഗഫൂർക്ക തൻ്റെ വീട്ടിലെ കോളിംഗ് ബെൽ അമർത്തി. ഇല്ല, ആരും തുറക്കുന്നില്ലല്ലോ. എടി മോളെ, മോനെ, പല രീതിയിലും വിളിച്ചു നോക്കി. ഒരിക്കൽ കൂടി. പക്ഷേ ആരും വാതിൽ തുറന്നില്ല. ഗഫൂർക്ക വീടിന് ചുറ്റും നടന്നു. പടച്ച റബ്ബേ, ആരുമില്ലല്ലോ. പെട്ടെന്നാണ് ആ ഒരു ചാവി വെക്കുന്ന സ്ഥലം ഗഫൂറിന് ഓർമ്മ വന്നത്. എന്നും അവിടെ തന്നെയാണ് അത് വെക്കാറുമുള്ളത്. ആ ഒരു സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് തപ്പി നോക്കിയപ്പോൾ അതാ വാതിലിൻ്റെ ചാവി കിട്ടിയിട്ടുണ്ട്. ഗഫൂർ വാതിൽ തുറന്നു. പടച്ച റബ്ബേ, ഇത്രക്കും വലിയൊരു വീട് ഞാൻ ഉണ്ടാക്കിയിട്ടു. പക്ഷേ ഇതിലൊരൊറ്റ കുട്ടിയില്ല. ഞാൻ വരുമെന്നറിഞ്ഞിട്ട്
കരുതി കൂട്ടി എന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും എങ്ങോട്ട് പോയിട്ടുണ്ട്. ഗഫൂറിന് സങ്കടം നിർത്തിയിട്ട് നിൽക്കുന്നില്ല. സിറ്റ് ഔട്ടിലുള്ള ആ ലഗേജ് പോലും ഒന്ന് നീക്കി വെക്കാതെ അകത്ത് പോയി പൊട്ടിക്കരഞ്ഞു. റബ്ബേ, എന്തിനാണ് ഞാനിതൊക്കെ സമ്പാദിച്ചു കൂട്ടിയത്? എനിക്ക് ആരുമില്ലാത്തൊരവസ്ഥ. ഇത്രക്കും കഷ്ടപ്പെട്ടത് ഞാൻ ഇവർക്ക് വേണ്ടിയാണ്. പക്ഷേ എല്ലാം ഒഴിവാക്കി ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു കുട്ടി എന്നെ സ്വീകരിക്കാനില്ല, എന്നോട് മിണ്ടാനില്ല, എന്നോട് പറയാനില്ല. എത്രയെന്ന് കരുതി ഇങ്ങനെ സങ്കടപ്പെട്ട് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കും റബ്ബേ? ആ പെട്ടികളിലേക്ക് ഗഫൂർ നോക്കി. പഠിച്ചവനെ, എന്തിനാണിതൊക്കെ? ആർക്ക് വേണ്ടിയിട്ടാണ്? ഒരിക്കലും ഞാനത് എൻ്റെ മക്കളുണ്ടെങ്കിൽ സന്തോഷമായിരുന്നു. പക്ഷേ എല്ലാവരും ഉപേക്ഷിച്ച് പോയില്ലേ? ആർക്ക് വേണ്ടിയിട്ടാണ് റബ്ബേ അറബി ഇതെല്ലാം കൊടുത്തേച്ചത്? വേണ്ടില്ലായിരുന്നു. അവിടെ എന്തെങ്കിലും ഒരു ക്ലീനിങ്ങിൻ്റെ ജോലി ചെയ്ത് നിന്നാൽ മതിയായിരുന്നു. പൈസയൊന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടിയിരുന്നില്ല, ഇങ്ങോട്ട് വരേണ്ടില്ലായിരുന്നു. ഗഫൂർ വളരെയധികം സങ്കടപ്പെട്ടുകൊണ്ട് ആലോചിക്കുകയാണ്. ഗഫൂർ നിസ്കരിച്ച് ദുആ ചെയ്തു. പിന്നീട് വിചാരിച്ചു, ആ ലഗേജിൽ എന്തായിരിക്കും? എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കും കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അയൽവാസികൾക്ക് ആർക്കെങ്കിലും കൊടുക്കാലോ. വെറുതെ എന്തിനാ എല്ലാം വേസ്റ്റാക്കുന്നത് എന്ന് വിചാരിച്ച് ഗഫൂർ ആ പെട്ടി പൊളിച്ചു നോക്കുവാൻ വേണ്ടി തുടങ്ങുന്നു. ഈ സമയം ഗഫൂർ ആലോചിച്ചു, പെട്ടി പൊളിക്കുന്ന സമയത്ത് എല്ലാവരും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ എനിക്ക് ചുറ്റുമുണ്ടാകും. ഇപ്പോഴിതാ ഞാൻ തനിച്ച്. ആ ഒരു പെട്ടി തുറന്നപ്പോൾ അതിൽ കുറച്ചൊക്കെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും അത്യാവശ്യമായി യൂസ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഗഫൂറിനുള്ള ഡ്രസ്സ് കാര്യങ്ങൾ അതെല്ലാം അതിൽ തന്നെ ഗഫൂർക്ക അടക്കി വെച്ചു. പിന്നീട് അടുത്ത പെട്ടി ഒന്ന് തുറന്നു നോക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ്. ഓ, ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പഠിച്ചവനെ, എന്തിനാണിതൊക്കെ? ഞാൻ ഒറ്റത്തടിയായി ഇവിടെ ജീവിക്കണിനി. എനിക്ക് ആരുമില്ല, എല്ലാവരും ഉപേക്ഷിച്ച് പോയി. പിന്നെന്തിനാണ് അറബി ഇതെനിക്ക് വേണ്ടി തന്നത്? ഗഫൂർ കണ്ണീരോടെ ആ ഒരു പെട്ടിയും തുറക്കുകയാണ്. ആ പെട്ടിയുടെ മുകൾ ഭാഗം ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ അതിനുള്ളിൽ ഒരു ടാക്സ് അടച്ച ഒരു ബില്ലാണ് കണ്ടത്. ഈ ഒരു പെട്ടിയുടെ പേരിലാണെന്ന് തോന്നുന്നു എന്നെ കസ്റ്റംസ് അവിടെ ഒന്ന് പിടിച്ചു വെച്ചത്. എന്താണാവോ? പിന്നീട് ടാക്സിൻ്റെ കടലാസൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് എന്നെ പറഞ്ഞേക്കുകയായിരുന്നു. ഗഫൂർ ആ പെട്ടിയുടെ മുകൾ ഭാഗമൊക്കെ അഴിച്ചഴിച്ച് പോന്നു. അത് വളരെയധികം സേഫ്റ്റി ആയിട്ടാണ് അത് വെച്ചിട്ടുള്ളത്. പല ലെയറുകളായി അത് പൊതിഞ്ഞിട്ടുമുണ്ട്. ഓരോ ലെയറുകൾ എടുത്തു മാറ്റി. ആ ഒരു കാഴ്ച കണ്ട് ഗഫൂർ ഞെട്ടിപ്പോയി. അതിൻ്റെ മുകളിലായിട്ട് ഒരു എഴുത്തുമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട ഗഫൂർക്ക, 45 കോടി രൂപ വിലയുള്ള വജ്രമാണിത്. ഒരുപാട് കാലം വജ്ര വ്യാപാരിയായ എൻ്റെ പിതാവിൻ്റെ കൂടെ നിങ്ങൾ ജോലിക്ക് വേണ്ടി വന്നതല്ലേ? അതിൻ്റെ പകരമായിട്ട് പിതാവ് എന്നെ എന്നോ കൊടുക്കാൻ ഏൽപ്പിച്ചതാണ്. അതിന് എക്സിറ്റ് അടിച്ച് പോകുമ്പോൾ കൊടുക്കാമെന്ന് കരുതി ഞാനവിടെ സൂക്ഷിച്ചതായിരുന്നു. 45 കോടിയാണ് ഇതിൻ്റെ ഒരു വില. നിങ്ങൾക്ക് ഈ ഒരു ജീവിതകാലം മുഴുവനും, അതല്ല നിങ്ങളുടെ മക്കൾക്കും ഒക്കെ ജീവിക്കാൻ ഇതുണ്ടാകും. നിങ്ങൾക്ക് എന്താവശ്യം നേരിടുകയാണെങ്കിലും ഈ ഒരു വജ്രം വിറ്റിട്ട് നിങ്ങൾക്കതുകൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അത്രക്കും സുഖകരമായി കഴിയാം. ആ ഒരു കത്ത് വായിച്ചപ്പോൾ ഗഫൂർക്ക ഞെട്ടിപ്പോയി. പടച്ച റബ്ബേ, ആ മുകളിലത്തെ ആ ഒരു ഷീറ്റ് മാറ്റി നോക്കിയപ്പോൾ വെട്ടിത്തിളങ്ങുന്ന വലിയൊരു വജ്രമാണത്. ഗഫൂറിന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മുതലാളി അറബി വജ്രവ്യാപാരിയായിരുന്നു. അതെ, അദ്ദേഹം. പഠിച്ചോനെ, എന്ത് ഞാനീ കാണുന്നത്? എനിക്കറിയുന്നില്ലല്ലോ റബ്ബേ. എൻ്റെ മക്കളെല്ലാം പോയി, എൻ്റെ ഭാര്യ പോയി. ഇത്രക്കും വലിയൊരു സ്വത്തും എനിക്ക് എന്തിനാണ് റബ്ബേ? ഗഫൂർ അത് കണ്ട് ശരിക്കും ഞെട്ടിത്തെരിച്ചിരിക്കുകയാണ്. ആ വജ്രം പതുക്കെ പൊന്തിച്ചുകൊണ്ട് ഗഫൂർ തൻ്റെ റൂമിൽ ഒരു വിരിപ്പ് വിരിച്ച് അതിൽ വെക്കുകയാണ്. വളരെയധികം പ്രകാശമുണ്ടായിരുന്നു അതിന്. എന്നാൽ ആ പെട്ടിയുടെ താഴെയായിട്ട് അതാ മറ്റൊരു എഴുത്ത് കൂടി കാണുന്നുണ്ട്. ഗഫൂർ അതെടുത്ത് വായിച്ചു. പ്രിയപ്പെട്ട ഗഫൂർക്ക, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതായത് കണ്ണിന് കാഴ്ചയില്ല എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളെ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. നിങ്ങളൊരു വിശ്രമ ജീവിതം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറഞ്ഞു വിട്ടത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അള്ളാഹുവിൻ്റെ പേരിൽ ഒരിക്കലും നിങ്ങൾക്ക് കണ്ണിന് കാഴ്ച നഷ്ടപ്പെടുകയോ മങ്ങലോ ഒന്നും വന്നിട്ടില്ല. അത് വെറുതെ ഞാൻ പറഞ്ഞുണ്ടാക്കിയതാണ്. ഡോക്ടറുടെ
നിർദ്ദേശപ്രകാരം ഡോക്ടറോടും ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തത്. അല്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് കണ്ണിന് യാതൊരു കാഴ്ചയോ മങ്ങലോ ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ എൻ്റെ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, മോനെ നീ ഗഫൂറിനെ നാട്ടിലേക്ക് പറഞ്ഞേക്കണം. അവൻക്ക് ഏറ്റവും വിലപിടിപ്പുള്ള രീതിയിലൊരു സമ്മാനം നൽകിക്കൊണ്ട്. അല്ലാതെ ഇവിടെ ഇങ്ങനെ കഷ്ടപ്പെടുത്താൻ ഇനി പാടില്ല. ഇനി അവന് വിശ്രമ ജീവിതമാണ് വേണ്ടത്. അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ അവനെ പെട്ടെന്ന് പറഞ്ഞേക്കണം. അത് പറഞ്ഞ് വസിയത്ത് ചെയ്തുകൊണ്ടാണ് എൻ്റെ പിതാവ് മരണപ്പെട്ടത്. പിന്നീട് അങ്ങോട്ട് എനിക്ക് നല്ല ഭയമുണ്ടായിരുന്നു. പഠിച്ചോനെ, എൻ്റെ പിതാവിൻ്റെ വാക്ക് ഇതുവരെ ഞാൻ അനുസരിച്ചില്ല എന്ന് കരുതി. പക്ഷേ ഗഫൂറിനോട് എങ്ങനെ പോകാൻ പറയും എന്നുള്ള രീതിയിൽ ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. നേരിട്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് പറയുന്നത് ശരിയല്ലല്ലോ. നിങ്ങളുടെ മനസ്സ് എത്ര വേദനിക്കും. അതിനുള്ളൊരു ഐഡിയയാണ് ഞാൻ ഒപ്പിച്ചത്. ഞാനും കണ്ണിൻ്റെ ഡോക്ടറും കൂടി പറഞ്ഞ് സെറ്റാക്കി റെഡിയാക്കിയതാണ് അങ്ങനെ ഒരു പ്ലാനിങ്. എന്നോട് പൊറുക്കണം. ഒരിക്കലും കണ്ണിന് കാഴ്ചയുടെ ഒരു കുറവുമില്ല. ഇപ്പോഴും വളരെയധികം ശക്തിയുണ്ട് ആ കണ്ണിന്. നിങ്ങൾ വിശ്രമിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ആ ഡയമണ്ട് വിറ്റിട്ട്, ആ വജ്രം വിറ്റിട്ട് നിങ്ങൾ കഴിയണം. ഗഫൂറിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഗഫൂറിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ലായിരുന്നു അതൊന്നും. പഠിച്ചോനെ, ഇത്രയ്ക്ക് സ്നേഹമുള്ള ആളുകളായിരുന്നല്ലോ അവരെയൊക്കെ വിട്ടിട്ട് ഞാൻ. സ്വന്തം ഭാര്യക്കും മക്കൾക്കും ഇല്ലാത്ത സ്നേഹം അവർക്കുണ്ട്. പക്ഷേ എന്തിന് ഇങ്ങനൊരു ജീവിതം? എനിക്ക് എന്തിനാ റബ്ബേ ഇനി? അള്ളാഹുവേ, എന്നെ നീ അങ്ങ് കൊണ്ടുപോയിക്കോ. എഴുത്ത് മടക്കി വെക്കുമ്പോൾ അതിൻ്റെ പിൻഭാഗത്തായിട്ട് എഴുതിയ ഒരു കാര്യം കൂടി അതാ ഗഫൂർ വായിക്കുന്നു. പ്രിയപ്പെട്ട ഗഫൂർക്ക, നിങ്ങൾ നിങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്ന് ചെക്ക് ചെയ്യണം. അതുപോലെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുകയാണെങ്കിൽ, കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ഇതാ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് തിരിച്ചു വരാം. അതിനുള്ള വിസയും ടിക്കറ്റുമെല്ലാം ഞാൻ റെഡിയാക്കി വെക്കും. കാരണം നിങ്ങൾ പോയപ്പോൾ എനിക്കെൻ്റെ ഒരു പിതാവിനെ നഷ്ടപ്പെട്ടതുപോലെയാണ് അനുഭവപ്പെടുന്നത്. സത്യമായിട്ടും എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഗഫൂർക്ക, വീട്ടിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് താല്പര്യം കുറവുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചു വരണം ഇങ്ങോട്ട്. എനിക്കെൻ്റെ പിതാവിനെ പോലെ കാണാനാണ്. അല്ലാതെ ഒരു ജോലിക്കുമല്ല. പിതാവിനെ പോലെ അവിടെ ഇരുന്നാൽ മതി. അതിനു വേണ്ടി മാത്രം. സത്യമായിട്ടും നിങ്ങളെ എനിക്ക് വല്ലാതെ മിസ് ചെയ്യും. എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്തേക്ക് അങ്ങ് വരുമെന്ന് ഞാൻ ആഗ്രഹിച്ച് ഇവിടെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ ഒരൊറ്റ കോള് മതി. ദാ ഞാനെല്ലാം റെഡിയാക്കി നിങ്ങളെ ഇപ്പോൾ തന്നെ ഇങ്ങോട്ട് കൊണ്ടുവരും. ആ ഒരു കത്തുകൂടി വായിച്ചപ്പോൾ ഗഫൂർക്കക്ക് നിയന്ത്രണം വിട്ട് കരഞ്ഞു പോകുകയായിരുന്നു അദ്ദേഹം. പഠിച്ചോനെ, ദുനിയാവിൽ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ ഇതാണ്. സ്വന്തം മക്കൾക്കില്ലാത്ത സ്നേഹം, സ്വന്തം ഭാര്യയ്ക്കില്ലാത്ത സ്നേഹം അതാ മറ്റാർക്കോ. ഞാൻ ജോലി ചെയ്ത വീട്ടിലെ ആൾക്കാർക്ക്. ഗഫൂർക്കയുടെ മനസ്സിൽ സന്തോഷം അലതല്ലി. അതുവരെ ദുഃഖിച്ചിരുന്ന ഗഫൂർക്കയുടെ മനസ്സ് വല്ലാതെ അങ്ങ് സന്തോഷിച്ചു. തൻ്റെ ഫോൺ എടുത്ത് വെറുതെ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ മാഷാ അല്ലാ, അത് കണ്ട് ഗഫൂർക്ക ശരിക്കും ഞെട്ടിപ്പോയി. 15 കോടി രൂപയാണ് തനിക്ക് അറബി അക്കൗണ്ടിലേക്ക് ഇട്ട് തന്നിരിക്കുന്നത്. പഠിച്ച റബ്ബേ, എന്തിനാണിതൊക്കെ? സുഖമായി ജീവിക്കാൻ, ഇനി ഒരിക്കലും ജോലിക്ക് പോകാതിരിക്കണം. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയുള്ളതാണ് ഇതെല്ലാം. 45 കോടി രൂപയുടെ വജ്രവും 15 കോടി ബാങ്ക് ബാലൻസും. തന്നെ സ്നേഹിക്കാൻ ഈ ഭൂമിയിൽ ആരൊക്കെയുണ്ട് എന്നുള്ളൊരു തോന്നൽ ഗഫൂറിൽ ഉണ്ടായി. എന്നാൽ അപ്പോഴേക്കും സംഭവം അവിടെയൊക്കെ അറിഞ്ഞിട്ട് ഭാര്യയും മക്കളുമെല്ലാം അതാ തിരിച്ചെത്തുകയാണ്. ഈ ഒരു സമയത്ത് തൻ്റെ മകൻ്റെ ബിസിനസ്സിൽ ചെറിയൊരു പാളിച്ച വന്ന് അതാകെ തകർന്നടിയുകയാണ്. തൻ്റെ ഉപ്പ കോടീശ്വരനായി അതാ തിരിച്ചെത്തിയിരിക്കുന്നു. തൻ്റെ ഭർത്താവ് കോടീശ്വരനായി വന്നിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത അവരുടെ ചെവികളിലുമെത്തി. അവർ കേട്ട പാതി കേൾക്കാത്ത പാതി അതാ ഉപ്പയുടെ ആ വീട്ടിലേക്ക് ഓടി വരുന്നു. ഉപ്പ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾക്ക് അറിയാതെ പറ്റിപ്പോയതാണ്. ഇനി ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ഉപ്പ, നിങ്ങളെ ഞങ്ങൾ പൊന്നു പോലെ നോക്കാം. നിങ്ങളിനി എങ്ങോട്ടും പോകില്ല. മക്കളും ഭാര്യയും പറയുന്നു, ഇക്ക, നിങ്ങൾ ഇനി പോവണ്ട, ഇവിടെ സുഖമായി കഴിയാലോ നമുക്ക്. അത് സങ്കടം കൊണ്ട് ഞങ്ങളൊന്ന് മാറി നിന്നതാണ്. ഹേയ്, എന്തിന്? എനിക്കെന്നെ സ്നേഹിക്കാൻ എൻ്റെ മക്കളെക്കാളും എൻ്റെ ഭാര്യയെക്കാളും
സ്നേഹമുള്ള ആളുകൾ എത്രയോ ഉണ്ട് എന്നെ ഇവിടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ തിരിച്ചു പോവുകയാണ്. എൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് നിർത്തുവാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ പിതാവിൻ്റെ സ്ഥാനത്ത് നിങ്ങളൊന്ന് വരണം എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇത് കണ്ടോ മക്കളെ, ഇതാണ് മക്കളെ സ്നേഹം എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഒരുപാട് ക്യാഷിന് വേണ്ടി മാത്രം. എൻ്റെ ഫോണിലേക്ക് ഇപ്പോൾ വന്നതാണിത്, കണ്ടില്ലേ? 15 കോടി. ആ ഒരു വജ്രത്തിൻ്റെ വില 45 കോടി. പക്ഷേ ഇതൊന്നും എനിക്ക് ആവശ്യമില്ല. എന്തിന്? എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യയ്ക്കുള്ളത് ഞാൻ ആദ്യമേ കൊടുത്തു കഴിഞ്ഞു. അവരെന്നെ ഉപേക്ഷിച്ചു. ഇനി ഒരിക്കലും ഞാനിത് അവർക്ക് നൽകുന്നില്ല. പകരം പാവപ്പെട്ട ജനങ്ങൾക്ക്, പാവപ്പെട്ട യത്തീം മക്കൾക്ക് വീതിച്ച് നൽകുകയാണ്. അവർക്ക് വീടെടുക്കാനും സ്ഥലം വാങ്ങുവാനും അവർക്ക് എല്ലാത്തിനുമായി ഞാനത് നൽകുകയാണ്. അല്ലാതെ ഒരിക്കലും എനിക്ക് വേണ്ടി ഇനി ഞാൻ ചിലവഴിക്കുന്നില്ല. ചിലവഴിച്ചത് മതിയായി. ഉപ്പ, നിങ്ങൾ അങ്ങനെ പറയല്ലേ, കാക്കാൻ്റെ ബിസിനസ്സൊക്കെ ആകെ പൊളിഞ്ഞു നിൽക്കുകയാണ്, മോൾ പറഞ്ഞു. ഉമ്മയും പറഞ്ഞു, എന്തൊക്കെ നിങ്ങളീ പറയുന്നത്? ഇതൊക്കെ ആർക്ക് കൊടുക്കാന്നാ പറയണത്? നമ്മൾക്ക് പിന്നെ ഇവിടെ ജീവിക്കണ്ടേ? ഹേയ്, എന്തിന്? ആർക്ക് വേണ്ടി? ഞാൻ പോവുകയാണ്. എന്നെ കാത്തിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ. നിങ്ങളാരും എന്നെ ഉപദേശിക്കണ്ട. ഞാനിവിടെ വന്നപ്പോൾ ഒരു കുട്ടി പോലും ഇവിടെ ഉണ്ടായിരുന്നില്ല. മനസ്സിലായി? ഇല്ല, ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നില്ല. ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ടവരുടെ ലോകത്തേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. എനിക്ക് അറബി തന്ന ഈ ഒരു സമ്മാനങ്ങളൊക്കെ ഞാൻ എല്ലാ പാവങ്ങൾക്കും വീതിച്ചു കൊടുക്കുവാൻ വേണ്ടി പോവുകയാണ്. ശരിക്കും ഇത് കേട്ട് ഗഫൂർക്കയുടെ ഭാര്യയ്ക്കും മക്കൾക്കും വല്ലാത്ത നിരാശയായി, വല്ലാത്ത സങ്കടമായി. വേണ്ടില്ലായിരുന്നു, എല്ലാം നഷ്ടപ്പെട്ടു. പല രീതിയിലും അവർ പിതാവിനെ പറഞ്ഞ് ശരിയാക്കി നോക്കി. പക്ഷേ ഗഫൂർക്കയുടെ മനസ്സ് ഒട്ടും ചാഞ്ചാടിയില്ല. അദ്ദേഹം അതാ വീണ്ടും പ്രവാസ ലോകത്തേക്ക് പോവുകയാണ്. ജോലിക്കല്ല, അവിടെ ഒരു പിതാവിൻ്റെ സ്ഥാനം അലങ്കരിക്കുവാൻ വേണ്ടിയിട്ട്. എല്ലാം കേട്ടുകഴിഞ്ഞ് അറബിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. മോനെ, എനിക്കിത്... അതെ ഉമ്മ, ഇത് ശരിക്കും നടന്നത് തന്നെയാണ്. ഉമ്മ, നമ്മൾക്ക് എത്തുവാനുള്ള സ്ഥലം എത്തിത്തുടങ്ങില്ലേ? മോനെ, എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റോറി കേട്ടിട്ട് ഉമ്മ, അതുതന്നെയാണ്. അങ്ങനെ എത്രയോ ആളുകളുണ്ട് ഗൾഫിൽ പ്രവാസ ജീവിതം കഴിഞ്ഞ് നിർത്തി നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ അവരെ പറ്റില്ല, അവർ ഒന്നിനും കൊള്ളാത്തവരാകും. പിന്നീട് അവരെ പഠിപ്പിക്കുന്നൊരവസ്ഥയായിരിക്കും. പടച്ചറബ് എല്ലാ പ്രവാസികളെയും കാത്തു രക്ഷിക്കട്ടെ. ആമീൻ. ഗഫൂർക്കയുടെ സ്റ്റോറിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു വിധിയൊന്നും ഒരാൾക്കും ഇല്ലാതിരിക്കട്ടെ. അതായത് നമ്മളെപ്പോഴും എത്ര തന്നെ പിതാക്കന്മാർ എത്ര പ്രായമായാലും സുഖമില്ലാതായാലും ജോലി നഷ്ടപ്പെട്ടാലും ഒരിക്കലും നമ്മൾ അവരെ വിമർശിക്കാൻ പാടില്ല. കാരണം ഒരു കാലത്ത് നമുക്ക് തണലായി നിന്നത് നമ്മുടെ ഉപ്പമാർ മാത്രമാണ്. അവർ കൊണ്ടുതരുന്ന ആ ഒരു ഭക്ഷണവും വസ്ത്രവും ധരിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അതൊന്നും ഒരിക്കലും നമ്മൾ എത്ര വലിയ മുതലാളിമാരായാലും മറക്കാൻ പാടില്ല. റബ്ബി റഹ്മുമാ കമാ റബ്ബിയാനി സ്വഗീറ. അള്ളാഹുവെ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യണം റഹ്മാനെ. ആമീൻ. മരണപ്പെട്ടവരുടെ മാതാപിതാക്കളുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇൻഷാ അല്ലാഹ് നൂർ ഫാത്തിമയുടെ കഥ നമുക്ക് നാളെ കേൾക്കാം. അതുവരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, സബ്സ്ക്രൈബ് ചെയ്യാത്ത പലരും ഉണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ഒന്നുകൂടെ പറയാം. നൂർ ഫാത്തിമ എന്നുള്ള ചാനൽ എടുത്തിട്ട് ഇതാ സബ്സ്ക്രൈബ് എന്ന് വൈറ്റ് കളറിൽ കാണും. അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അത് സബ്സ്ക്രൈബ് ആവും. അതുപോലെ ഒരു ബെൽ ബട്ടൺ കാണും, അതും ജസ്റ്റ് ഒന്ന് ഓൾ എന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ എല്ലാ നോട്ടിഫിക്കേഷനും നമ്മൾ വിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് മുത്ത് ഹബീബിൻ്റെ പേരിൽ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലാം. നമ്മളെല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തു രക്ഷിക്കട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു സഫലീകൃതമാക്കട്ടെ. അതുപോലെ മക്കയിലും മദീനയിലൊക്കെ പോകാൻ ആഗ്രഹമുള്ള ഒരുപാട് ആളുകളുണ്ട്. നമുക്കെല്ലാവർക്കും അവിടെ പോയി കാണുവാനും ഹജ്ജും ഉംറയും ചെയ്യുവാനും മുത്ത് ഹബീബിൻ്റെ റൗള ഷരീഫിൽ പോയി അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള ഭാഗ്യം പടച്ച റബ്ബ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.